ത്തിൻ്റെ വിധി എന്നാണ്. നിസ്കാരം എന്നല്ല, ദീനിൽ ഏതൊരു സൽക്കർമ്മമുണ്ടെങ്കിലും അതിനൊക്കെ നിയ്യത്ത് വേണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിസ്കാരം അതിൽ നിന്നും ഒഴിവല്ല, അത് ഏറ്റവും വലിയ സൽക്കർമ്മമാണ് നിസ്കാരം. അതുകൊണ്ട് നിയ്യത്ത് നിർബന്ധമാണ്, അത് നിസ്കാരത്തിൻ്റെ നിബന്ധനയിൽപ്പെട്ട കാര്യമാണ്. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടത് ആ നിയ്യത്ത് ചൊല്ലിപ്പറയുക, അത്തലഫുദ്, അത് യാതൊരു അസ്ലും അതിനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇബാദത്തുകൾ ചെയ്തിട്ട് അത് ഏതെങ്കിലുമൊക്കെ ഇബാദത്തിന് മുമ്പായി ഞാൻ ഇന്ന കാര്യത്തിന് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത്രയും പ്രാധാന്യമുള്ള നിബന്ധനയുള്ളൊരു കാര്യം അത് ചൊല്ലിപ്പറയേണ്ടതായിരുന്നെങ്കിൽ തീർച്ചയായും അവിടുന്ന് പറയുമായിരുന്നു, സഹാബികൾ ഇത് രേഖപ്പെടുത്തുമായിരുന്നു. ഇനി സഹാബികൾ ചെയ്തിട്ടുണ്ടോ, താബിഈങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പം നിയ്യത്ത് ചൊല്ലിപ്പറയുക എന്നുള്ളത് പിൽക്കാലത്ത് ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ചെയ്യേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക.